ഏജൻസി. തൃശൂർ നഗരത്തെ വിറപ്പിക്കാൻ ഇന്ന് പുലികളിറങ്ങും. സ്വരാജ് റൗണ്ടിൽ വൈകിട്ട് അരമണിക്കുലുക്കി താളത്തിൽ ചുവട് വെച്ച് 350-ലേറെ പുലികളാണ് ഇറങ്ങുന്നത്. പാട്ടുരായ്ക്കൽ സംഘമായിരിക്കും ആദ്യം സ്വരാജ് റൗണ്ടിൽ പ്രവേശിക്കുക. 7 സംഘങ്ങളായാണ് പുലികൾ ഇറങ്ങുന്നത്. ആന്റണി ജിസ് ജോർജും കാളിദാസനും ചേരുന്നു. ആന്റണി, കാളി, കരിമ്പുലിയും പുള്ളിപ്പുലിയും വെള്ളപ്പുലിയും ഒക്കെ ഇപ്പോൾ സെറ്റായി കഴിഞ്ഞോ? അനുപ്രിയ, ഇപ്പോൾ ഇവിടെ എല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വിയ്യൂർ യുവജന സമാജത്തിന്റെ അവിടെയാണ്. സ്വരാജ് റൗണ്ടിൽ പുലികൾ ഇറങ്ങാൻ സമയമെടുക്കും. പക്ഷേ നമ്മുടെ കേരള വിഷന്റെ വേറൊരു പുലിയെ ഞങ്ങളിപ്പം ഇറക്കി. ഇനിയും പുലികൾ വരാനുണ്ട്. ഒരു വനിതാ പുലി മറ്റൊരു ഭാഗത്തു കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം നമ്മുടെ ഡെസ്കിലെ പുലിയാണ്. നമ്മുടെ ആന്റണിയാണ് ഇപ്പൊ നമ്മളോടൊപ്പം ചേരുന്നത്. തീർച്ചയായിട്ടും കേരള വിഷൻ ഈ പുലികളിയുടെ എല്ലാ ആവേശവും ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സർവ്വസജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. രാവിലെ നമുക്കറിയാം കാളിദാസും മേഘനയും ഒക്കെ ഇവിടെ എത്തി ഈ പുലിമടയിലെ ആവേശമൊക്കെ കുറെ ഇവിടേക്ക് എത്തിച്ചു. ഇനി നമ്മളിങ്ങനെ വരും മണിക്കൂറുകളിൽ കൂടുതലായി ഈ പുലികളിയുടെ ആവേശം, പുലികളുടെ ആവേശം, അതിന്റെ ഒരുക്കമൊക്കെ നമ്മുടെ പ്രമോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു മിനിറ്റ് പോലും വൈകാതെ അല്ലെങ്കിൽ ഏറ്റവും നല്ല വിഷ്വലുകളെല്ലാം കൃത്യമായി എത്തിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ തയ്യാറായി കഴിഞ്ഞു. ഏതായാലും ഇപ്പോൾ നമ്മളുള്ളത് കാളിദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ വിയ്യൂർ യുവജന സമാജത്തിന്റെ പുലിമടയിലാണുള്ളത്. അവിടെ പുലികളെല്ലാം ഒരുക്കത്തിലാണ്. രാവിലെ തന്നെ തുടങ്ങിയ ഒരുക്കമാണ്. ചിലരൊക്കെ ആദ്യഘട്ട നമുക്ക് കാണുന്നത് പോലെ, ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പെയിന്റിംഗ് തുടങ്ങുകയാണ്. അതിന്റെ വരകളിലേക്കൊക്കെ കടക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിലുള്ളത്. ചേട്ടാ, എത്ര നാളായി പുലിവേഷം കെട്ടാൻ? 10 കൊല്ലമായി. എല്ലാ വർഷവും മുടങ്ങാൻ വിയ്യൂർ സമാജത്തിന് വേണ്ടിയിട്ടാണോ? അതന്നെ സ്ഥലം ആറുമ്പൂർ കപ്പൽപ്പള്ളി. ഇവിടെ ഇപ്പൊ രാവിലെ എപ്പോ തുടങ്ങിയതാണിത്? ഒരു 7:45 തുടങ്ങി. ഇനിയപ്പോ എപ്പോഴത്തേക്കത് കഴിയാ? കളിയ ഒരു 2:30-3 മണി സമയം. ഇത്തവണ കപ്പടിക്കണ്ടേ? തവണ നമുക്ക് തന്നെയാണോ കപ്പ്? അതന്നെ. അതെ, ആവേശം ആരും വിട്ടുകൊടുക്കുന്നില്ല. പിന്നെ ആന്റണി, വേറൊരു കാര്യം, ഇവിടെ നമ്മൾ നേരത്തെയൊക്കെ പോയ സ്ഥലങ്ങളിൽ നിന്ന് ഒരു വ്യത്യസ്തത എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ കുട്ടിപ്പുലികളെ ഞാൻ കണ്ടു. ഇവിടെ കുറെ കുട്ടിപ്പുലി ഉണ്ട്. നമുക്കൊന്ന് അങ്ങോട്ട് പോവാം. ഇവിടെ ഇപ്പൊ നമ്മൾ ഇതുവരെ പോയതിൽ നമ്മൾ കണ്ട ആദ്യത്തെ കുട്ടിപ്പുലിയാണ്. എന്താ മോന്റെ പേരെന്താ? അഭിജിത്ത്. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7 പഠിക്കും. ഇപ്പൊ എത്ര നാളായി? കുറെ നാളായോ ഈ വേഷം കിട്ടുന്നു? എത്ര കൊല്ലമായി? 4-5 കൊല്ലമായി ഈ പുലിയായിട്ട് ഇറങ്ങാൻ തുടങ്ങിയിട്ട്, അല്ലേ? എങ്ങനെ ആവേശം അതേപോലെ ഇല്ലേ? കപ്പടിക്കണ്ടേ? കാലൊക്കെ നമ്മള് അടിച്ചു കയറി വരണം. ഈ പുലി അവൻ എന്താ ഇഷ്ടം തോന്നാൻ കാരണം എന്താ? അച്ഛൻ കെട്ടി തുടങ്ങിയപ്പോ തുടങ്ങി. അച്ഛന്റെ ഒപ്പം വന്നാണ്. അച്ഛനുണ്ടോ ഇവിടെ? അച്ഛനെവിടെ? അതാ മാമൻ. ഇവര് ഒരു കുടുംബമായിട്ട് അങ്ങ് ഇറങ്ങുവാ കേട്ടോ. എല്ലാരും ഉണ്ട്. നമ്മുടെ എവിടെ അച്ഛനെവിടെ? അതാ അച്ഛന്റെ പണി അവിടെയാ. സോറി, ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. അയ്യോ, 23 വർഷം. 23. അപ്പം മോനോ? അപ്പുറത്ത്. അപ്പുറത്ത്. എങ്ങനെയുണ്ട് ഈ ഇക്കൊല്ലത്തെ ആവേശം? അടിപൊളിയാണ്. കുറച്ച് വിഷമമുണ്ട് നമുക്ക് വയനാടിന്റെ. പക്ഷെ എന്നാലും തൃശ്ശൂർക്കാർക്ക് ഉരുക്കളിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പരിപാടിയില്ല. നമുക്ക് എന്തായാലും കപ്പടിക്കണം. തീർച്ചയായിട്ടും തകർക്കും. എന്താ ഇവിടെ എന്തൊക്കെ ഇപ്പം ഇവിടെ സർപ്രൈസുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഉണ്ട്? അപ്പൊ അവസാന നിമിഷത്തന്നെ നമുക്കത് പുറത്തു വരല്ലോ. എന്നാലും നോക്കിയറിയാലോ നമുക്ക്. അതെ, എന്തായാലും ഞങ്ങളൊന്നും തപ്പുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വലിയ രീതിയിൽ ആവേശം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. കാളിദാസ്, അതാണ് ഈ നമ്മള് ഇങ്ങനെ ഇവര് കാത്തിരിക്കുകയാണ്. ഒരു വർഷമായിട്ട് ഇങ്ങനെ കാത്തിരുന്ന് അന്ന് മുതൽ അടുത്തത് എന്ത് വെറൈറ്റി ആയിരിക്കും എന്നുള്ളത് ഇങ്ങനെ ഇവര് നേരത്തെ മുതൽ തയ്യാറാക്കി വെക്കുകയാണ്. ഇപ്പോ ചേട്ടൻ എന്ത് പുലിയാണ്? നാടൻ പുലിയാണ്. അതുപോലെ തന്നെ ചേട്ടൻ എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഞാൻ 5-10 വർഷമായി. സ്ഥിരമായിട്ട് എല്ലാ വർഷവും ഉണ്ടാവും. വിയ്യൂർ സമാജത്തിന് വേണ്ടിയിട്ടാണ്. അതെ. അത് നമ്മുടെ ഒരു ഹരമാണ്. തൃശ്ശൂർക്കാരുടെ ഒരു ഹരമാണ്. അത് ഹരത്തിന് വരണതാ. തീർച്ചയായിട്ടും അത് തന്നെയാണ്. തൃശ്ശൂരിന് പൂരം കഴിഞ്ഞ പുലികളിയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് മാറ്റിവെക്കുമെന്ന് പറഞ്ഞപ്പോൾ അവരത്
ദുരന്തമുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു സാഹചര്യത്തിൽ പുലികളി മാറ്റിവെക്കരുതെന്നൊരു ആവശ്യം പുലികളി സംഘങ്ങൾ ഒന്നായി തന്നെ ഉന്നയിച്ചത് സർക്കാർ അത് അത് അംഗീകരിക്കുകയും ചെയ്തു. ഇപ്പൊ ഒരു ചേട്ടൻ രാവിലെ മുതൽ തന്നെ ചേട്ടന്റെ വര കഴിയാറായോ? ഇല്ലില്ല, വരവാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഏത് പുലിയാ വേഷം കിട്ടുന്നത്? പുലിപ്പുലി. ഏതൊക്കെ പുലികളുണ്ടാവും? വരാനുണ്ട്, പുലിപ്പുലിയുണ്ട്, പിന്നെ സിംഹമുണ്ട്. പുലി മാത്രമല്ല, സിംഹമുണ്ട്. കൂടുതലും അതാണ്, സിംഹമുണ്ട്, പുലിയുണ്ട്. പുലി മാത്രമല്ല, ഇത് പുലികളിയല്ല, സിംഹം അടക്കമുള്ളതുണ്ട് എന്നാണ് ചേട്ടൻ പറയണത്. ഏതായാലും മൊത്തത്തിൽ ഇവിടെ ആന്റണി, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ആന്റണി. ആളോട് ചോദിക്കാം. ആന്റണി, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. അതായത് നേരത്തെ മേഘന ഒരു പെൺപുലിയുടെ പെൺപുലിയുമായിട്ടുള്ള ഒരു ചെറിയൊരു അഭിമുഖം ഉണ്ടായിരുന്നു. ആ അഭിമുഖം കണ്ടപ്പോൾ തോന്നിയൊരു സംശയമാണ്. അതായത് ഈ കുട്ടിപ്പുലിക്കും പെൺപുലിക്കും ഒന്നും ഈ കുടവേർ അത്ര മസ്റ്റല്ല. തീർച്ചയായിട്ടും അത് നമുക്ക് പുലികളിയുടെ നേരത്തെ രാവിലെ ഒക്കെ ആളുകൾ പറഞ്ഞു, പുലികളിക്ക് വയറ് മാത്രമല്ല, വയറില്ലാത്ത പുലികളും ഉണ്ട് എന്നുള്ളതാണ്. വയറുള്ള പുലികൾ മാത്രമല്ല, വയറില്ലാത്ത പുലികളും ഉണ്ട്. ചേട്ടാ, ഈ പുലികളിക്ക് അല്ലെങ്കിൽ പുലികൾക്ക് വയറ് മസ്റ്റാണ്? വയറിന് ശരിക്കും ബെസ്റ്റ്. പക്ഷേ വയറ് മാത്രം പോരാ, നമുക്ക് കളിക്കണം. കളിയിൽ പൈസ കിട്ടാം നമുക്ക്. പക്ഷേ എന്തായാലും നമ്മൾ ഇവിടെ കപ്പടിക്കും ഉറപ്പാ. ഞാൻ ഏത് കൊല്ലം വേഷം ഇട്ടാലും ആ ടീമിന് കപ്പ് ഉറപ്പാ. ചേട്ടൻ 12 വർഷമായി, ഇത് 12ാമത്തെ കൊല്ലം വേഷമുണ്ട്. വിയൂർ സമാജത്തിന് വിയൂര് ആദ്യമായിട്ടാണ് വേഷമുണ്ട്. മുന്നേ ഇവിടെ ആയിരുന്നു, നമ്മുടെ അയ്യന്തോളായിരുന്നു. അയ്യന്തോൾ ഇപ്പൊ നമ്മളെ വയനാട്ടിലെ പ്രശ്നം കാരണം അവര് പിന്മാറി. അപ്പോ നമ്മള് നമ്മുടെ കൂട്ടുകാരന്റെ ഇവിടെ നായ്ക്കളുള്ളത് അവൻ പറഞ്ഞിപ്പോ ഞാനും എന്റെ മകനുണ്ട് അവിടെ വേഷമുണ്ട്. എന്റെ പേര് ഷാജു. ഏത് ടീമിനൊപ്പം കപ്പിട്ട മത്സരിച്ചാലും കപ്പടിക്കും? പഠിക്കും ഉറപ്പാ, പഠിക്കും തീർച്ചയായിട്ടും. ഏത് പുലിയാ? ഇത് എന്റെ പറയാൻ പുലി ഷാജു ചേട്ടൻ പറഞ്ഞതുപോലെ ഷാജു ചേട്ടൻ ഏത് ടീമിനൊപ്പം വേഷമിട്ടാലും ആ ടീം കപ്പടിക്കുന്ന ഒരു കാര്യമുണ്ടെന്നാണ് ഷാജു ചേട്ടൻ പറയുന്നത്. അതിൽ ഇത്തവണ വിയൂര് കപ്പടിക്കുമെന്നാണ് ചേട്ടൻ പറയുന്നത്. വേറെ ചേട്ടൻ ഇത് എന്ത് പുലിയാ? വൈറ്റ് പുലി, വെള്ളം. നമുക്ക് വരയ്ക്കുന്ന ചേട്ടാ, ഇത് എങ്ങനെയാ, എത്ര വർഷമായി? ഒരു 10-24 വർഷമായി തൊട്ടേ തുടങ്ങിയിട്ടുള്ളതാണ്. പുലി മാത്രമാണോ വരയ്ക്കുക? പുലി വര. ഏതൊക്കെ പുലികൾ നമ്മൾ പ്രധാനമായിട്ട് വരയ്ക്കുന്നത്? വരയും പുലി, പുള്ളിപ്പുലി, പിന്നെ ഇത് ഒരു വൈറ്റ് ടൈഗറാണിത്, അങ്ങനെ കരിമ്പുലി വരും. ഇതിപ്പോ നമ്മൾ ഈ വരയ്ക്കാനുള്ള ഒരുക്കങ്ങൾ എത്ര സമയത്ത് മുമ്പ് തുടങ്ങും? ഇത് രാവിലെ ഒരു 6-7 മണിക്ക് മുമ്പ് തുടങ്ങി. ഇനിയൊരു 3 മണി 4 മണി വരെ ഉണ്ടാവും. ഈ ചായങ്ങളൊക്കെ ഒരിക്കല് അതൊക്കെ തലേദിവസം ഒരുക്കി വെച്ചിരിക്കുന്നു, നേർക്ക് വെച്ച്. ഒരാൾക്കാണോ നമ്മൾ ഒരു ദിവസം വരയ്ക്കുക? അല്ല, നമ്മൾ 4-5 എണ്ണമൊക്കെ വരയ്ക്കും. ഫിഗറൊക്കെ ആയിട്ട് വരുമ്പോ ഓരോന്നോരോന്ന് വരച്ചിപ്പോ ഓരോന്ന് കഴിഞ്ഞ് അങ്ങനെ അടുത്തത് വരയ്ക്കുന്നു. തീർച്ചയായിട്ടും അനുപ്രിയ, ഇതാണ് ഓരോ പുലികൾക്കുള്ള ഒരു വക കിട്ടിയിട്ടുണ്ട്. ഇവർ ഒളിപ്പിച്ച് വെച്ച ഒരു സർപ്രൈസ്. എന്താണ് സർപ്രൈസ്? സർപ്രൈസ് എന്താന്ന് വെച്ചാൽ ഇവിടെയാണ് ഈ മറ്റേ നമ്മുടെ പാതകം. ഈ ഒരു യുവജന സംഘം ആണിപ്പം ഈ ഒരു പാതകം എന്ന് വെച്ചാൽ പുലികൾക്ക് പറ്റിയൊരു പാതകമൊക്കെ ചമയത്തിന്റെ അവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ മുഖങ്ങൾ നമ്മൾ ഇതുവരെ ഇപ്പം നേരത്തെ ഒക്കെ കാണിച്ച സമയത്തൊന്നും നമുക്ക് ഇതിന്റെ മുഖങ്ങളോ മുഖംമൂടികളോ ഒന്നും കാണാൻ സാധിച്ചില്ല. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് കാളിദാസ് പറയുന്ന പോലെ എന്താണ് മുഖംമൂടി? ഇതാണ് മുഖംമൂടി. ഇതൊക്കെ മീശയുള്ള, സാധാരണ മീശയുള്ള പുലികളാണ്. അതേപോലെ തന്നെ ഇവർ പറഞ്ഞെന്ന് വെച്ചാൽ ഈ കയ്യിലിടാനുള്ള ഒരു കയ്യുറ പോലെ, കറക്റ്റ് പുലിയുടെ കൈ പോലത്തെ ഒരു സാധനമുണ്ട്. കറക്റ്റ് മടക്കുന്ന സമയത്ത് നഖം ഇങ്ങനെ പൊങ്ങി വരുന്ന പോലെ, അതെല്ലാം ഈ ഭാഗങ്ങളിലായിട്ടെല്ലാം ഇതാക്കിയിട്ടുണ്ട്. നമുക്കെല്ലാം അങ്ങോട്ടൊന്ന് പോകേണ്ടതുണ്ട്. ആ ഭാഗത്തെല്ലാം ഉണ്ട്. അത് ഈ ഒരുക്കങ്ങളൊക്കെ അത് എടുത്തു വെച്ചിരിക്കുകയാണ്. ഈ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും അത് പുറത്തേക്ക് ഇറക്കുന്നുണ്ടാവും. ഇപ്പോഴത് നമ്മൾ പെട്ടെന്ന് ആ സർപ്രൈസ് നമ്മൾ പൊളിച്ച് ഇവര് മാത്രമാണ് ഇപ്പം ഈ ഒരു വർഷം ആദ്യമായിട്ടാണ് ഈ ഒരു പുലി പാതകം, പുലി കയ്യുറ ഒക്കെ എല്ലാം ചെയ്തേക്കുന്നത്. അതെല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മളെല്ലാം അതിലോട്ട് അങ്ങനത്തെ കുറെ കാഴ്ചകളും കൂടെ കാണാനുണ്ട്. കാളിദാസ്, അതിലൊരു ഇതുള്ളത് ഈ പാതകവും ഈ നഖവും ഒക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. അത് എല്ലാ വർഷവും ഉണ്ടാവും. അതിൽ എന്ത് വെറൈറ്റി കൊണ്ടുവരാമെന്നുള്ളതാണ്. വെറൈറ്റി ഏറ്റവും പ്രധാന വെറൈറ്റി എന്ന് പറയുന്നത് ഈ മടക്കുന്ന സമയത്ത് നഖം വരും. അതാണ് ഇപ്പം ഇവര് എല്ലാ സംഘങ്ങളും ഫസ്റ്റ് അടിക്കുക അല്ലെങ്കിൽ ഇതില് കപ്പ് നേടുക എന്നുള്ള പരിപാടിയാണ്. അപ്പൊ അതിനനുസരിച്ച് പുതിയ പുതുമകൾ ഓരോ കൊല്ലം കൊണ്ടുവരിക എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും ആ പുലി കയ്യുറയൊക്കെ എന്തായാലും ഒന്ന് പോയി നോക്കാം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇനി ഇവിടെ ഈ പ്ലോട്ടുകൾ അടക്കം തയ്യാറാക്കുന്ന ഒരു
പരിപാടിയുണ്ട്. അത് പുലികളിയിൽ പുലി മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്ലോട്ടുകൾ, അതുപോലെ തന്നെ അതിന്റെ മുഖങ്ങൾ, ഈ പാതുകം, കയ്യുറകൾ, അതിന്റെ മറ്റ് അണിയുന്ന കുടമണികൾ അടക്കം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിപ്പോൾ ഇവിടെ അതവർ തയ്യാറാക്കി വെക്കുന്നുണ്ട്. ആ മുഖംമൂടി ഓരോന്നായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പിന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. പെയിന്റിംഗ് ഒന്നും പൂർത്തിയായിട്ടില്ല. അത് പൂർത്തിയായതിനു ശേഷമായിരിക്കും, എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അത്തരം കാര്യങ്ങൾ വന്നിട്ടില്ല. കയ്യുറയുണ്ട്. അപ്പൊ തീരുമാനമായി, കയ്യുറ ഉണ്ടെന്നുള്ള മനസ്സിലായി, ഒക്കെ വരുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുക. അതിന്റെ ഒരു പ്രദർശനത്തിന്റെ ഇതിലേക്കാണ് കടക്കുന്നത്. സാധനങ്ങളെല്ലാം അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞ് ഈ മെയ്യെഴുത്തും എല്ലാം കഴിഞ്ഞിട്ട് വേണം ഇതെല്ലാം അണിഞ്ഞ് ഈ പുലികളായിട്ട് സ്വരാജ് റൗണ്ടിലൊന്ന് ഇറങ്ങി അങ്ങ് പൊളിക്കാനായിട്ടുള്ള പുലികളായി മാറാനുള്ള ഒരു സമയമുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും ഇപ്പൊ എന്തായാലും കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. കാളിദാസ്, തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഇനി ഇപ്പോൾ സമയം ഏതാണ്ട് 10 മണിയായിരിക്കുന്നു. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണുള്ളത്. ഈ സാധാരണ പറയാറുണ്ട് ഈ പൂരത്തിന് ആനകളാണ് കൂടുതൽ ഇറങ്ങാറുള്ളത്. ഇത്തവണ പക്ഷേ ഇന്നത്തെ ഈ നാലാം ഓണം എന്ന് പറയുന്നത്, നാലാം ഓണത്തിൽ പുലികളാണ്. തൃശൂർ ഈ തേക്കിൻ പുള്ളിപ്പുലി, കരിമ്പുലി, ഹിമപ്പുലി, ഇങ്ങനെ പുലികളോട് പുലി. അത് രസം എന്ന് പറഞ്ഞത് ലോകത്തില്ലാത്ത പുലികളെല്ലാം ഇവിടെ ഉണ്ടാവുന്നുള്ളതാണ്. ലോകത്തില്ലാത്ത പുലികളിൽ വെറൈറ്റി പുലികളും ഇവിടെ ഉണ്ടാവുന്നുള്ളതാണ്. വനിതാ പുലികള്, കുട്ടിപ്പുലികള്, അങ്ങനെ അത്തരം വെറൈറ്റികളും ഈ പുലികളിൽ ഉണ്ടാവുന്നുള്ളതാണ്. ഏതായാലും ആ ഒരു നിമിഷത്തിലേക്കുള്ള കാത്തിരിപ്പാണ്. ഇനി പുലികൾ തെക്കിൻകാട് മൈതാനത്ത്, ആ തെക്കിൻ കാടാണ്, ആ കാട്ടിലേക്ക് പുലികൾ ഇറങ്ങുന്നു. പുലികൾ ഇറങ്ങിയ അക്ഷരാർത്ഥത്തിൽ നഗരം പുലികൾ കീഴടക്കുന്ന ഒരു കാഴ്ചയാണ്. ഏതായാലും രാവിലെ മുതൽ തന്നെ തുടങ്ങിയ ഒരുക്കങ്ങൾ ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. അനുപ്രിയ, ഏതായാലും പുലിക്കളിക്ക് തൃശൂർ നഗരം ഉണർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പുലിക്കളിക്കാനെല്ലാം ഇപ്പോൾ ഒരുക്കത്തിന്റെ തകൃതിയായ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുലിക്കളിയുടെ വിശേഷങ്ങൾ, കൃത്യമായ വിശേഷങ്ങൾ നൽകാനായി നമ്മുടെ സംഘം, കേരള വിഷൻ ന്യൂസ് സംഘം ഇപ്പോൾ അവിടെ സജ്ജരാണ്.